ഞാനെന്ന് പറയുന്ന ഒരു നടൻ തിരിച്ചു വന്നെന്ന് പറയാം. പുള്ളിയുടെ നല്ല ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഇതിൽ നിവിൻ പോളിയുടെ ഒരു പോർഷൻ ഉണ്ട്. പുള്ളിക്കാരൻ കൊണ്ടുപോയെന്ന് പറയാം. ഇതൊരു വിഷു ബെമ്പറാണ്. മോഹൻലാലിൻ്റെ മോഹനും ടീമും എല്ലാം കൂടെ തകർത്താടിയിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫായിരുന്നു അടിപൊളി. വിനീത് ശ്രീനിവാസന്റെ ഒരു തിരിച്ചുവരവ്. പ്രണവ് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. ധ്യാനം പ്രണവും കൊള്ളാം, എല്ലാവരും കൊള്ളാം. സൂപ്പർ കട അടിപൊളി. ഒരു രക്ഷയില്ല. നമ്മൾ ആ വെയിറ്റ് ചെയ്യുന്നതിനുള്ള സാധനമുണ്ട്. കിടിലം പടം. ഒരു നടൻ തിരിച്ചു വന്നെന്ന് പറയാം. പുള്ളിയുടെ നല്ല ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഇതിൽ നിവിൻ പോളിയുടെ ഒരു പോർഷൻ ഉണ്ട്. പുള്ളിക്കാരൻ കൊണ്ടുപോയെന്ന് പറയാം. കിടിലം പടം, മസ്റ്റ് വാച്ച്, ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നത്. അത് തന്നെ അവരുടെ ആ ഒരു ടീമിലുള്ള എല്ലാവരും ഉണ്ട്. എല്ലാവരും ചെറിയ റോളിൽ വരുന്നവർ പോലും വെറുതെ അല്ല വരുന്നത്. അത്രയും വർത്താണ് പടം. എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, ചിരിക്കാനുണ്ടായിരുന്നു, നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആഗ്രഹിച്ച ഒരു ചിത്രം തന്നെയാണ്. കോമഡി ഉണ്ട്, ഓക്കെയാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇത് വേറൊരു പഴയകാല ഫസ്റ്റ് ഒരു ചെറിയൊരു എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഒരു ഇതായിട്ട് ചെയ്യുന്ന പോലെ തോന്നി. പക്ഷേ ലാസ്റ്റൊക്കെ ആകുമ്പം കുഴപ്പമില്ല. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഒരു മിക്സഡ് എമോഷനുള്ള നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും ധ്യാനം പ്രണവും പൊളിച്ച്. പിന്നെ നെവിൻ പോളിക്കും നല്ലൊരു കംബാക്കാണ് സിനിമ. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പടം കൊള്ളാം, നല്ല പടം, നന്നായിട്ടുണ്ട്. ആദ്യം ഒരു സ്ലോ ആയിരുന്നു പടം, ഫസ്റ്റ് ഹാഫ് വരെ. അതിനുശേഷം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു വിഷു ബെമ്പറാണ്. മോഹൻലാലിൻ്റെ മോഹനും ടീമും എല്ലാം കൂടെ തകർത്താടിയിരിക്കുകയാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു സൂപ്പർ ഹിറ്റ് മലയാള സിനിമ മാത്രം മതി. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമ. വിഷു പ്രമാണിച്ച് ബമ്പർ ഹിറ്റായിരിക്കും, ഉറപ്പ് തന്നെ. രക്ഷയില്ല.